ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം. ഇന്നത്തെ കമ്പോള നിലവാരം. കിഴങ്ങ് കിലോ 20 രൂപ. പൊതിച്ചത് തൊണ്ടോട് കൂടി കിലോ 12 രൂപ. സവാള കിലോ 35 രൂപ. 35 രൂപയോ? അവൻ ആ ക്യാരറ്റിൽ അങ്ങ് ജീവിക്കുക. ഹലോ മിസ്റ്റർ ശകുന്തള, കാലിലെ ദർഭമുന ഊരി കഴിഞ്ഞെങ്കിൽ ഈ സവോള വന്ന് അരി വെക്കാവോ? എന്റെ വായിക്കുന്ന വല്ലതും കേൾക്കും. എടാ, നീ നിന്റെ മാമൻ ലൈജു മുനിയുടെ വൈഡൂര്യ മാണിക്കുണ്ടെന്ന് പറയാൻ എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് 12 വർഷമായി. അയ്യോ, 12 വർഷമായാ? 12 വർഷമായോന്നോ? എടാ, ഞാൻ വന്നേ അന്ന് ഇവിടെ നീലക്കുറിഞ്ഞ് പൂത്തതാ. പിന്നെ പൂത്ത ഇന്നലെ വൈകിട്ടാ. എടാ, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. എടാ, ആ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്ന വൈഡൂര്യക്കല്ല് സ്നേഹപൂർവ്വം നമുക്ക് തന്നാലേ അത് വൈഡൂര്യക്കല്ലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറും കല്ല. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി വന്നത്? അങ്ങനെ നീ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ എല്ലാത്തിനാണ് ഈ സാധനമൊക്കെ കക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേ? എന്തിനാന്നോ? എടാ, നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛൻ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് കള്ളനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇനി എന്റെ അച്ഛനെ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇത് വിറ്റ് കിട്ടുന്ന കാശിന് ഞാൻ അച്ഛന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇട്ട് കൊടുക്കും. നമ്മൾ അച്ഛന്മാർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ പോട്ടെ, എന്ത് ബിസിനസ് ആണ് മോൻ അച്ഛനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്? കുറച്ച് മദ്യക്കുപ്പി വാങ്ങിച്ചത് ബ്ലാക്കിന് വിൽക്കാൻ പറഞ്ഞാലോ? അതാവുമ്പോ നിന്റെ അച്ഛൻ നീ ബിസിനസ് അല്ല ഇട്ട് കൊടുത്തു, പിന്നെ നിന്റെ അച്ഛൻ നീ എക്സൈസ് ആർക്ക് ഇട്ട് കൊടുത്തു. അതും പറയാതെ എങ്ങനെ എടുക്കാന്നുള്ള പറഞ്ഞു കാണാം. നമ്മുടെ പ്ലാൻ എങ്ങാനും പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശപിച്ച് മാനോ മയിലോ മൊയിലോ എന്തൊക്കെ ആക്കി കളയുന്ന. അങ്ങനെങ്കിൽ പുള്ളി മുനിയല്ല, പിന്നെ മജിക്ഷ മുതുകാട്. മുതുകാട് എന്റെ അറിവിൽ ഇതുപോലെ നിന്ന് ഇപ്പൊ ആൾക്കാരെ മാനം മൂലാക്കുന്ന മജിക്ഷ മുതുകാട്. അത് നിനക്ക് പുള്ളിയെ അറിയാത്തോണ്ടാ. ഇതത് തന്നെ അവന്റെ എൻട്രി കണ്ടില്ലേ? വവ്വാലുകൾ ചിറകിട്ട് അടിച്ചത് കണ്ടില്ലേ? ചെന്നായിക്കൽ ഓളിയിട്ടത്. ഇത് അവന്റെ എൻട്രി തന്നെ. എനിക്ക് ഇത്ര വലിയ എൻട്രി പഞ്ച് വേണ്ടേ? എടാ, ഫാൻ എന്നെ സൗണ്ട് ഇല്ലാതെ ചിരിക്കുന്നേ? ചിരിച്ചല്ല, കാറ്റടിച്ചിട്ട് കിറി കോഞ്ഞാടി പോണാടവേ. ഒരു 2 ദിവസമായിട്ട് അവിടെയായിരുന്നു. എന്റെ പൊന്നടവേ, ഒന്നും പറയണ്ട. ഞങ്ങളുടെ വന്ന വഴിക്ക് നമ്മുടെ ഈ ആശ്രമത്തിന്റെ മുമ്പിലുള്ള മരത്തിന്റെ ചോട്ടില് ഒരു പരുന്തിന്റെ കൂട് കിടക്കാം. അതിനകത്ത് 2 മുട്ടയും. ഞാൻ ഈ മുട്ട വിരിഞ്ഞോന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞാന്ന് പറഞ്ഞിട്ട് പരുന്തന്നെ റാഞ്ചി കൊണ്ടുപോയി കൊമ്പത്തേറ്റ് വെച്ചില്ലേ. പരുന്തോട് പറഞ്ഞാൽ പോരാ നിങ്ങൾ ആ മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞല്ലെന്ന്. ഞാൻ വാ തുറന്നല്ലേ, അപ്പൊ തീറ്റ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര ഉള്ളൊരു പച്ചമീൻ എന്റെ വായിലേക്ക് കുത്തിയിട്ട് ഒന്നും നോക്കിയില്ല. നേരെ ഭസ്മം എടുത്ത് കണ്ണിലേക്ക് ഇട്ടത് തിരിഞ്ഞപ്പോ ഫോറസ്റ്റുകാർ എന്നോടൊക്കെ ആരാ പരുന്തിനെ ഉപദ്രവിച്ചത്? എന്റെ പൊന്നു സാറേ, പരുന്താണ് എന്നെ ഉപദ്രവിച്ചത്. ഞാനിവിടുത്തെ ഒരു വലിയ ദിവ്യനാന്ന് പറഞ്ഞു. അപ്പൊ അവര് വിശ്വസിച്ചില്ല. ഞാൻ ഒരു 500 നോട്ടുകൾ കാണിച്ചേ. ചക് 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 2000 രൂപയ്ക്ക് കയ്യിലേക്ക് കൊടുത്തു. പേരിലേ 2 കേസാ. 2 കേസോ? ഒന്ന് പരുന്തിനെ ഉപദ്രവിച്ചാലും പിന്നെ കള്ളനോട്ടടിച്ചാലും. അതെ, ഞാൻ പറഞ്ഞു ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോ കറക്റ്റായിട്ട്? മാനിന് ഇങ്ക് കൊടുത്തോ? കലമാനെ പല്ല് കേൾപ്പിച്ചോ? കരടീനെ കുളിപ്പിച്ചോ? കരടീനെ കുളിപ്പിച്ചില്ല. കരടി പിണങ്ങി നിൽക്കുക. പിണങ്ങി നിൽക്കുവാണെങ്കിൽ വിളിച്ച് മടിയിലിട്ടൊന്ന് അനുനയിപ്പിക്കണ്ടേ? അനുനയിപ്പിക്കാനിട്ട് അവിടെ നിൽക്കുന്നത് പിശാരടി ഇല്ല, കരടിയാണ്. ഓരോ അടി അടിച്ചിട്ട് 4 കറക്കം കറങ്ങിയിട്ടാണ് ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് വീണ. അറിയാവോ? ആട്ടുകൂട്ടം കൂടിയാർന്നോ? ആട്ടുകൂട്ടം പിന്നെ മാടുകളെ കൂട്ടം കൂടുന്ന കാട്ടില് നമ്മൾ മാട്ടുകൂട്ടം എന്നല്ലേ പറയണത്. അരണ മാത്രം വന്നിട്ടില്ല. അയ്യോ, അതിനെ പറ്റി അവൻ ഇങ്ങോട്ട് വരാനുള്ള വഴി മറന്നു പോയെന്ന്. എന്റെടാവേ, കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇത്രയും വലിയ കുപ്പി ബ്രഹ്മി ഞാൻ കൊടുത്തത്. ആ പുല്ല് എവിടെ വെച്ചെന്നാണ് അവൻ ആദ്യം മറന്നത്. ശരി. പിന്നെ ആ ഓന്തിന് ഞാനൊരു 100 രൂപ കൊടുക്കാണ്ടായി. അതാവും ഒന്ന് മേടിച്ചാർന്നോ? 100 രൂപയല്ല, 700 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. 700 രൂപയോ? എന്തിന്? ഓരോ മണിക്കൂറും മുനി പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഓരോ നിറത്തി വന്ന് 100 രൂപ വെച്ച് മേടിച്ചോണ്ട് പോയി. അങ്ങനെ 700 രൂപയായി. ഇനി മൊത്തം 700 രൂപ അവന്റെ മേടിക്കണം കേട്ടോ. ധാരാള ഇവിടെ ഈ ആല് കൊണ്ട് നട്ടത്. അത് നമ്മുടെ ആശ്രമത്തിന് തണലായിക്കോട്ടെ ഞാൻ കൊണ്ട് നട്ടാണ് ഗുരു. അസംഭവ്യം, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു. എന്നെ പണികളെ കാണിച്ചത് വല്ല ദിവ്യമണ്ണാന്ന് തോന്നുന്നു. ഞാനൊരു അബദ്ധം പറ്റി പോയതല്ലേ? ദിവ്യമണ്ണൊന്നുമല്ല. ഇനി ഞാൻ എവിടെ പോയി ഇന്ന് മൂത്രം ഒഴിക്കണവേ? ഒരു മിനിറ്റ്. ഞാനിവിടെ ഇല്ലാതിരുന്ന ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ എന്നാ ചെയ്യുമായിരുന്നു? ഗുരു, ഞാൻ പറയാം. ഞാൻ ഇന്നലെ പണിക്ക് പോയി, ഇവൻ ഗുരുവായൂർ അമ്പലം നടയിലും പോയി. നല്ല കാര്യ. പൈസ കിട്ടണമെങ്കിൽ പണിക്ക് പോകണം, ദൈവാനുഗ്രഹവും വേണം. അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ അവൻ പണി സിനിമയ്ക്കും പോയി, ഞാൻ ഗുരുവായൂർ അമ്പലമാണോ സിനിമ കാണാനും പോയി. അതാണ് പറഞ്ഞത്. ഇനി സിനിമയ്ക്ക് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകാമോ? കരിമ്പും ചണ്ടി പോലെ ആയില്ലേ? ഇനി ആവശ്യം മാറിയില്ലേ? കരിമ്പിൻ ചണ്ടിയോ?
എന്റെ ആരോഗ്യത്തെ പറ്റി നീ മിണ്ടിപ്പോരുത്. എടാ എല്ലാ ദിവസവും 700 അടി പൊക്കമുള്ള മരത്തിന്റെ മേളിൽ കയറി താഴേക്ക് ഞാൻ ചാടും. കഴിഞ്ഞ ദിവസം ചാടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ ഭൂമിയിലെത്തി. അയ്യോ അതെന്നാ പറ്റി? താടിക്ക് മുടിക്കും കാറ്റ് പിടിച്ചിട്ട് അപ്പൂപ്പന്താടി പോലെ അങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്നത്. ഓ, മുനീനെ സമ്മതിക്കണം കേട്ടോ. ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കേമാ. ഞാനല്ലായിരുന്നു കേമൻ, എന്റെ അച്ഛൻ ബ്രഹ്മചാരിയായിരുന്നു കേമൻ. ആണോ? ആ. മിനിറ്റ്. എന്നാ അച്ഛൻ ആരാന്നാ പറഞ്ഞേ? ബ്രഹ്മചാരി. അല്ല അപ്പൊ മുനി. ഏ? അല്ല അപ്പൊ മുനി. അത് ഇടയ്ക്ക് ചെറുതായിട്ട് അച്ഛനൊന്ന് ചാരി. എടാ, മക്കളെ, ഓ അധിക നാള് ഇനി ഞാനിവിടെ കാണില്ല. പ്രാന്തപര ഞാൻ ചാവാൻ പോകുന്നല്ല പറഞ്ഞ. ഞാൻ ഇവിടുന്ന് സ്ഥലം മാറി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പക്ഷെ അതിനു മുമ്പ് എന്റെ അനന്തരാവകാശികളായി നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഡൂര്യം മാണിക്യം നിങ്ങളുടെ കയ്യിൽ തരും. പക്ഷെ അത് ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഗുരു, ഞങ്ങൾ 2 പേരെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഞങ്ങൾ 2 പേര് 2 ശരീരമാണെങ്കിലും ഒറ്റ മനസ്സാ. അതുകൊണ്ട് അവന് കൊടുക്കണ്ട, അതെനിക്ക് തന്നെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഗുരുവിനെ രാവിലെ എഴുന്നേൽപ്പിക്കുന്ന, സ്കൂളിൽ കൊണ്ടുവന്ന, പല്ല് തേപ്പിക്കുന്ന, മുറ്റത്തിരുത്തി തൂത്തു വാരാൻ പഠിപ്പിക്കുന്ന ഒക്കെ ഞാൻ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കിടന്ന് തമ്മി തല്ല് കൂടണ്ട. നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ തന്നില്ല. ഞാൻ സ്ഥലം മാറിപ്പോണ ഇടവകയിൽ ആർക്കെങ്കിലും കൊടുത്തോളാം. അല്ല ബാബാ, അവിടെ പല വക ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും കൊടുത്തോളാം. എനിക്കൊരു ഇച്ചിരി സമാധാനം തരാവോ? തലയ്ക്ക് സൗകര്യം തരുവോ? തലയ്ക്ക് തൊഴിലും കിട്ടണമെങ്കിൽ ആദ്യം ഈ താടിയും മുടിയും വെട്ടിവെച്ച് മര്യാദയ്ക്ക് പോയിരിക്കണം. അത് നടക്കൂല. താടിയും മുടിയും കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ആരും മുനീന്ന് വിളിക്കല്ല, സുനി നല്ല വിളിക്കോളൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ 2 ആഴ്ചയായിട്ട് കാട്ടിക്കട അലഞ്ഞിരിഞ്ഞ് നടക്കുള്ളൂ. എനിക്കൊരു ഇച്ചിരി നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ അമ്മ. എടാ നമ്മൾ 2 കൂട്ടുകാരല്ലേ? അതെ. നമ്മൾ എന്താണ് ഇതിനു വേണ്ടി വിഷയം ഉണ്ടാക്കുന്നത്? എടാ നമ്മൾ 2 ഒറ്റക്കെട്ടായി ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷെ ഈ പുള്ളിയെ സന്തോഷിപ്പിച്ച് എങ്ങനെയാണ് ആ മാണിക്ക് എടുക്കുന്നത്? ഒരു വഴിയുണ്ട്. നിന്റെ കൂടെ നിൽക്കുവോ? നിക്കാം, പരിപാടി കാണിച്ചു തരാം. എടാ, നീയൊക്കെ എന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നപ്പോ എനിക്ക് തോന്നി ഈ മാണിക്ക് എന്റെ ഇന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോൾ ശപിക്കാൻ പോകും. നിങ്ങൾ ആരുടെ തലയിൽ കൈവെക്കുന്നു അയാളും കൂടെ നിങ്ങളും ആ നിമിഷം ഭസ്മമായി പോകട്ടെ. അയ്യോ എന്റെ പൊന്നുപുരി, ചതിക്കല്ലേ. ഞങ്ങൾ മൊത്തം പരിപാടി കളിക്കുന്നത് എന്റെ മുനിയാണ് സത്യം. എന്നാ പരിപാടിയാണവേ. എടാ പിള്ളേരെ, നിങ്ങൾക്ക് ആ കല്ല് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ തരില്ലേ. തരുവായിരുന്നാ? പിന്നെ ഈ വൈഡൂരി മാണിക്കം വിറ്റ എത്ര രൂപ കിട്ടുമായിരുന്നു? 2 ചക്കക്കുരു കിട്ടും. ചക്കക്കുരു? ആ, അത് അത്ര നിർബന്ധമാണെങ്കിൽ ബാർബർ രാജുവിന് കൊടുത്ത 2 ചായക്കുള്ള കാശ് കിട്ടും. മനസ്സിലായില്ല. എടാ പൊട്ടന്മാരെ, ഇത് ഈ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ നീറാണ്ടിരിക്കാൻ ഉടക്കണ കല്ലല്ലടാവേ. ഒരു കൗതുകത്തിന് വെറുതെ എടുത്ത് പോകലിട്ട് ഇവനോട് കഥയും പറഞ്ഞു വെച്ചാ അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ വന്ന് കയറിയത്? അയ്യോ, എന്റെ 12 വർഷം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.